സ്കൂളിൽ പഠിക്കുന്ന ടൈമിൽ ഞാൻ അത്ഭുതത്തോട് കണ്ടിരുന്ന ഒരു കാര്യമാണ് ഫ്രണ്ട്ഷിപ്പ്. ഞാൻ വിചാരിക്കുമായിരുന്നു ഈ കുട്ടികളൊക്കെ എങ്ങനെയാണ് ഈ ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ആ ടൈമിൽ ഞാൻ വിചാരിക്കുമായിരുന്നു എനിക്കും അതേപോലെ കുറേ ഫ്രണ്ട്സ് വേണമെന്ന്. പിന്നെ വലുതായി വന്നപ്പോഴല്ലേ കാര്യം മനസ്സിലായത്, ക്വാണ്ടിറ്റിയിലല്ല കാര്യം ക്വാളിറ്റിയിലാണെന്ന്. അതായത് കുറേ പേരുള്ളതിലും എന്തുകൊണ്ടും ബെറ്ററാണ് ആത്മാർത്ഥതയുള്ള കുറച്ച് പേര് നമ്മുടെ ലൈഫിലുണ്ടാവുന്നത്. എൻ്റെ ലൈഫിൽ വിരലിലെണ്ണാവുന്ന കുറച്ച് സുഹൃത്തുക്കൾ മാത്രമേ ഉള്ളൂ. ഇപ്പം ഞാൻ എഴുതുന്ന ഈ കത്തില്ലേ, അതെൻ്റെ ഒരു ഫ്രണ്ടിന് വേണ്ടിയിട്ടാണ്. എന്താണ് സൗഹൃദമെന്നും അതിൻ്റെ വാല്യൂ എന്താണെന്നും ഞാൻ മനസ്സിലാക്കിയത് കോളേജിൽ നിന്നാണ്. അവിടെ നിന്നാണ് എനിക്ക് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സിനെ കിട്ടുന്നത്. ഇങ്ങനെ ഇരുന്ന് കത്തെഴുതാൻ എന്നെ പഠിപ്പിച്ചതും എൻ്റെ ഫ്രണ്ടാണ് കേട്ടോ. ഈ കത്തെഴുതലിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പിന്നെ പറഞ്ഞുതരാം. ബർത്ത്ഡേ ആയിക്കോട്ടെ, ഫ്രണ്ട്ഷിപ്പ് ഡേ ആയിക്കോട്ടെ, എന്തായാലും ഈ ഒരു കത്ത് നിർബന്ധമാണ്. അപ്പൊ സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നും ഒക്കെ ആയിട്ട് എനിക്കൊരു കൊച്ചു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ആണുള്ളത്. അവരോട് എനിക്ക് പറയാനുള്ളത്, ഐ ആം ഓൾവേസ് ഗ്രേറ്റ്ഫുൾ ഫോർ ഹാവിങ് യു ഓൾ ഇൻ മൈ ലൈഫ്. ഇനിയിപ്പോൾ ഈ ഗിഫ്റ്റ് ഒന്ന് പാക്ക് ചെയ്യാല്ലേ? ന്യൂസ് പേപ്പറിലാണോ ഗിഫ്റ്റ് പൊതിയുന്നത് എന്നായിരിക്കും അല്ലേ വിചാരിച്ചേ. ഞാൻ എന്ത് സാധനം വാങ്ങി കൊറിയർ അയച്ചാലും അതിന്റെ ഉള്ളിൽ ന്യൂസ് പേപ്പർ കുത്തി നിറയ്ക്കണമെന്ന് എനിക്ക് നിർബന്ധമാണ്. അത് മറ്റൊന്നും കൊണ്ടല്ല കേട്ടോ, പേടിച്ചിട്ടാ. അപ്പൊ ശരി, പിന്നെ കാണാം.